എപ്പോഴൊക്കെ കെ രമ നിയമസഭയിലെത്തുന്നു അപ്പോഴൊക്കെ മുഖം താഴ്ത്തി നിൽക്കുന്ന, കുറ്റബോധം എവിടെയോ ഉണ്ടേ എന്ന് നമുക്ക് പോലും മനസ്സിലാകുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. മനഃപൂർവ്വം മുഖം കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു പിണറായി. കെ രമയ്ക്ക് എന്തെങ്കിലും പറയാനുള്ള ദിവസം മുൻകൂട്ടി അറിയുമ്പോൾ പിണറായി സഭയിലെത്തുകയില്ല. ഏറ്റവും ഒടുവിൽ കെ രമയ്ക്ക് അവസരം കിട്ടിയത് തന്റെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനാണ്. പിണറായിയുടെ മുഖത്ത് നോക്കി, എന്തിനാണ് നിങ്ങൾ എന്നെ വിധവയാക്കിയത്, എന്റെ മക്കളെ അനാഥയാക്കിയത്, കാഴ്ച പരിമിതിയുള്ള അമ്മയെ ഇങ്ങനെ സങ്കടക്കടലിലേക്ക് ആഴ്ത്തിയത് എന്ന് ചോദിക്കാൻ വെമ്പിയപ്പോൾ പിണറായി സഭയിലുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി അടിയന്തര പ്രമേയത്തെ നേരിട്ടത് സ്പീക്കർ കളത്തിലിറങ്ങിയാണ്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതിന് പകരം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ മറുപടി പറഞ്ഞ് രമയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ന് വീണ്ടും അത് സബ്മിഷനായി സഭയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഓടി രക്ഷപ്പെടുകയല്ലാതെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. മറുപടി പറയാൻ മന്ത്രി എം പി രാജേഷിനെ ഏൽപ്പിച്ച് പിണറായി വിജയൻ മുങ്ങി. വി ഡി സതീശനാണ് സബ്മിഷൻ അവതരിപ്പിക്കുന്നതെങ്കിലും ചോദ്യശരങ്ങളുമായി കെ രമ എണീറ്റ് നിൽക്കുമെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു. രമയുടെ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് പിണറായി മുങ്ങി.